കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിൻ്റെ വചനം നിങ്ങൾക്കൊരു വിടുതലായി ഇന്ന് പകൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവശബ്ദം ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലൈവിലും ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ദൈവവചനം നിങ്ങൾക്കും ഒരു വിടുതലായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയോടെ തന്നെയായിരിക്കുക. ഈ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ആ പ്രാരംഭ വാക്യത്തിൽ വായിച്ചപ്പോൾ കർത്താവിനോട് സംസാരിച്ചൊരു ഭാഗം, അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ബൈബിൾ പറയുന്നു അവർ ഗദരദേശത്ത് എത്തി. ആമേൻ. എന്നാൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ആമേൻ അവനെ എതിരേറ്റു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്തിയത് അവരാണ്, എതിരേറ്റത് അവനെയാണ്. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയേ. ശ്രദ്ധിക്കണേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ആമേൻ. അവർ എത്തിയെന്ന് ബൈബിളിൽ തുടക്ക വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ആമേൻ, അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ അവരെയല്ല എതിരേറ്റത്, അവനെ എതിരേറ്റു. അപ്പോൾ അതൊന്ന് ചിന്തിക്കേണ്ടിരിക്കുക. കാരണം ബാക്കിയുള്ളവരെ സാത്താൻ കണ്ടില്ലയോ? ആമേൻ. കണ്ടില്ലെന്നല്ല, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരാളെ ഇച്ചിരി സ്പെഷ്യലായിട്ടൊന്ന് പറയേണ്ടിയിരിക്കുക. ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. ചിലതൊക്കെ സ്പെഷ്യലാണ്. അവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുവാണ്. ഹല്ലേലൂയ. ആമേൻ. അവരെവിടെ ചെന്നാലും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടും. ഏത് നാട്ടിൽ പോയാലും സാത്താൻ അവനെ നോക്കും. അതിന് കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ചിലർക്ക് സാത്താൻ നമ്മളെ നോക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പിശാച് നമ്മൾ നോക്കുന്നു കേൾക്കും പേടി. 13 എണ്ണം പോയിട്ട് ഒരാളെ സാത്താൻ നോക്കിയുള്ളൂ, ബാക്കി 12 സാത്താൻ നോക്കിയില്ല. അയ്യോ, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ. ശ്രദ്ധിച്ചേക്കണം. ആമേൻ. ഈ 13 എണ്ണം കൂടെ അക്കരയ്ക്ക് കാലി വെച്ചപ്പോൾ 13 പേരെ നോക്കാൻ ആരുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരാളെ ആമേൻ ശത്രുവായ പിശാച് നോട്ടം വിടുക. ആമേൻ. അതാ ഞാൻ അവിടെ എടുത്തു പറഞ്ഞത്. ചിലപ്പോൾ എല്ലാവരെയും സാത്താൻ നോക്കത്തില്ല. നിന്നെ സ്പെഷ്യലായിട്ട് ശത്രു ഇരുത്തിയൊന്ന് നോക്കിയെങ്കിൽ എന്തോ ഒരു വ്യത്യസ്തനാണവേ. ഇന്ന് അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ആമേൻ. എന്തോ നീ ഒരു സ്പെഷ്യലാ, എന്തോ നിന്നിലൊരു വ്യത്യാസമുണ്ട്, എന്തോ നീ വ്യത്യസ്തനായൊരു മനുഷ്യൻ. ആത്മാവ് ശക്തിയോട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ പകൽക്കാലം ഇതിനകത്ത് പറയുന്നു, പിശാച് നോക്കുവാൻ തക്കവണ്ണം വ്യത്യസ്തരായി കർത്താവ് കണ്ടിരിക്കുന്ന ചിലർ ഈ പാറശാലയ്ക്കകത്ത് എഴുന്നേൽക്കാൻ സമയമായി. ശത്രു ഭയക്കുന്ന, പിശാച് പേടിക്കുന്ന ഒരു തലമുറ ഈ സീസണിൽ അതേ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവ് ശക്തമായി പറയുന്നു, നാട്ടുകാരെല്ലാവരും നിന്നെ നോക്കത്തില്ല, ചുറ്റുപാടുകൾ ചിലപ്പോൾ നിന്നെ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ പിശാച് നിന്നെ കാണുകയാ. 13 പേരുടെ ഇടയിൽ നിന്ന് ഒരുവനെ എതിരേൽക്കാൻ ആ നാട്ടിനകത്ത് കൂടിക്കടന്നു. ഇന്ന് പകല മഹത്വത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവ സാന്നിധ്യത്തെ ഇന്ന് ഈ ഹോളിനകത്ത് പരിവർത്തിക്കുകയാണ്. ഇന്ന് ചിലതിൻ്റെ മേൽ വലിയ ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാ. ചെറിയതൊന്നുമല്ല, വലിയത്. നിങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ദേശം ചിലത് നിങ്ങൾ നോക്കുവാൻ തക്കവണ്ണമുള്ള, പട്ടണങ്ങൾ ശ്രദ്ധിക്കാൻ തക്കവണ്ണമുള്ള ദൈവശക്തി ഇന്ന് പകലിൽ ദൈവം ചിലതിൻ്റെ മേൽ കൈമാറും. Come on, take fire. പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കും, ദുരാത്മശക്തികൾ അഴിയും. മഹത്വം തൊടുന്നു, മഹത്വം തൊടുന്നു. ദുർഭൂത സ്പിരിറ്റുകൾക്ക് ഇരിക്കാൻ കഴിയില്ല. Come out. In the name of Jesus. ദുരാത്മശക്തികൾക്ക് ഇരിക്കാൻ കഴിയില്ല. അതെല്ലാം വിടുക, അതെല്ലാം വിട്ടുപോവുക.
ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ദേശങ്ങളുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന ചില ദുർശക്തികൾ ഇന്ന് അഴിയപ്പെടുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയാതെ പൊട്ടുക അന്യായ സ്പിരിറ്റുകൾ, ശരീരങ്ങൾക്ക് വിരുദ്ധമായി വെല്ലുവിളിക്കുന്ന സകല ആഭിചാര കെട്ടുകളും മന്ത്രവാദ സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്നു പകലിൽ ഞങ്ങളതിനെ അഴിക്കുകയാണ്. അഴിക്കുക. ചില ശരീരങ്ങളിൽ നിന്ന് വിടും. ഉണർന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിൽ നിന്ന് വിടും. ഈ പ്രാരംഭ സമയത്ത് ചില വിടുതലുകൾ നടക്കുക, ചില അത്ഭുതങ്ങൾ നടക്കുക, ചില വിടുതലുകൾ സംഭവിക്കുക. ചില വിടുതലുകൾ നടക്കുക. ചിലത് വിടും. തൊടുന്നു. ഭയങ്കര മഹത്വം തൊടുന്നു. ചില ശരീരങ്ങളിൽ ദൈവശക്തി വെളിപ്പെടുക. ജലഘടക. ആത്മാവിന്റെ സാന്നിധ്യം ഒരു തീ പോലെ ഇന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. പിടിച്ചോ. വെളിപ്പെടാൻ പോവുക. ചില ദുർക്കെട്ടുകൾ ഇന്ന് പകലിൽ അഴിയുകയാ. പിടിച്ചോ. അഴിവ. ചില ദുർസ്പിരിറ്റുകൾ അഴിയുന്നു. പിശാച് ഈ കുടുംബത്തെ ദണ്ഡിപ്പിച്ചത് മതി. വിട. യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റിനോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവിന്റെ കരം നിന്നെ തൊടുക. നിനക്ക് വിരോധമായി കിടക്കുന്ന സകല ദുർസ്പിരിറ്റുകളും ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഇന്നു പകലിൽ ഞാനതിൻ്റെ കെട്ടഴിക്കുന്നു. അഴിക്കുന്നു. എത്ര പഴക്കം ചെന്ന ശക്തിയാണെങ്കിലും ഇപ്പോൾ ജനം പ്രാർത്ഥിച്ച് ചില വിടുതലുകൾ വെളിപ്പെടുന്ന പകലായത്. ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്ന പകല. പിശാച് വാതുവച്ച് നിനക്കെതിരെ കെട്ടി നിന്റെ ശരീരത്തെയും ഉദരത്തെയും തന്നെ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ സൗഖ്യം നടക്കുന്നു. ചില വിടുതലുകൾ സംഭവിക്കുക. നിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടുക. യേശുവിൻ നാമത്തിൽ വിടണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളതിനൊന്നിനും ഇരിക്കാൻ പറ്റത്തില്ല. തീ തൊടുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽ നടക്കും. ഈ കുടുംബത്തിന് വേണ്ടി അവകാശം പറയുന്ന സ്പിരിറ്റ് ഇന്ന് പകൽ അഴിയുന്നു. ഇവരുടെ കുടുംബത്തിലെ ചില വ്യക്തികൾക്ക് വേണ്ടി അവകാശം പറയുന്ന ശക്തി ഇന്ന് അഴിയുന്നു. ഇതിനകത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങൾക്കകത്തും വെല്ലുവിളിക്കുന്ന നിത്യ ദുരാത്മശക്തികൾ, കുടുംബനാഥനെ തലമുറയെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽ കർത്താവതിനെ പൊട്ടിക്കുക. ദൈവശക്തി തൊടുന്നു. അഴിഞ്ഞു പോ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അഴിഞ്ഞു പോ.
In the name of Jesus. Ribala Shekenia. Rival Proudi Birigandagasi. Atuna Rachaskamanagadaga. Adinibo. Yeshuvinda Namatilla. Adiata Sagala Durketigalum Adiata. Glory to Jesus. Labra Shata Rakamana. Or volunteer or not at the Rikabala Shekiri Yantenia. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചലിക്കുന്നുണ്ട്. എനിക്കറിയാം ഇതിനകത്ത് ചില വിടുതലുകൾ നടക്കും. ദൈവത്തിന് ചിലതിനെ വിടുവിക്കാൻ പദ്ധതിയുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നുവതാ? ഞാനല്ല, പരിശുദ്ധാത്മാവ് ചിലതിനെ തൊട്ടിരിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടതാ ഒരു മനുഷ്യൻ്റെ കരമല്ല, ആമേൻ, തൊട്ടത് ദൈവത്തിൻ്റെ കരമാ. വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകലിൽ ചില അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിന്നെ ദണ്ഡിപ്പിക്കുന്ന സ്പിരിറ്റുകളെ ഇന്ന് തമ്പുരാൻ വെളിയിലാക്കാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വാക്യത്തിലേക്കൊന്ന് വരട്ടെ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയണമെന്നുണ്ട്. പറഞ്ഞോട്ട് അങ്ങോട്ട് കയറാൻ താല്പര്യപ്പെടുകയാണ്. ഗദരദേശത്ത് യേശു മാത്രമല്ല എത്തിയത്, യേശുവിൻ്റെ കൂടെ ഒരു കൂട്ടരുണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത പ്രാമീൻ കൊണ്ടു നടക്കുന്ന 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദേശത്തെത്തിയപ്പോൾ ഒരു മനുഷ്യൻ 13 പേരെയും എതിരേറ്റില്ല, മറിച്ച് 13 പേരുടെ ഇടയിൽ നിന്ന് ഒരാളെ എതിരേൽക്കുകയാണ്. ആമേൻ. പത്രോസ് പറയും, ഞാൻ കേമനാണ്, അടിക്കാനും വെട്ടാനും കത്തി എൻ്റെ മടി ചൊരുകി വച്ചിട്ടുണ്ട്. അങ്ങനെ എന്തിനും ഏതിനും ഇരട്ടച്ചങ്കുള്ള പത്രോസേ, നിന്നെ കണ്ടിട്ടും ആ മനുഷ്യൻ വന്നില്ലല്ലോടാ. ഇന്നു പകൽ കൈക്കരുത്ത് കണ്ടാൽ അവൻ നോക്കത്തില്ല. ഇന്ന് പകലിൽ ആത്മാവ് ചിലതിനോട് പറയുന്നു, സമ്പത്ത് കണ്ടാൽ നോക്കത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ പിശാചിനറിയാം. ആത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ചിലതിനെ Yes, the power of Holy Spirit. പ്രാർത്ഥിക്കുന്ന നിന്നെ പിശാചിനറിയാം. പ്രാർത്ഥിക്കുന്നവനെ പിശാചിനറിയാം. ദൈവാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചിലതിനോട് പറയ, പ്രാർത്ഥനയുള്ളതിന് പിശാച് ശ്രദ്ധിക്കും. നിന്റെ അയൽക്കാര് നിന്നെ ശ്രദ്ധിച്ചില്ലേലും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് നീ എങ്കിൽ പിശാച് നിന്നെ ശ്രദ്ധിക്കും. ആമേൻ. കാരണം എന്നറിയുമോ, ഗദരദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. കാലങ്ങളായി ഈ ദേശത്ത് ഇപ്പോൾ ആൾപ്പാർപ്പില്ല, കാരണം ഭൂതങ്ങൾ കുടിയിരിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. ചില ദേശങ്ങൾ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി പിശാച് കുടിയിരിക്കുന്നിടത്തേക്ക് പ്രാർത്ഥിക്കുന്ന ചിലതിന് കയറ്റി നിർത്താൻ എന്റെ ദൈവത്തിന് പ്ലാനുണ്ട്. വിശ്വസിക്കുക. നിന്റെ മേലെ തീ ഇന്ന് പകലിൽ സ്വർഗ്ഗം റിലീസ് ചെയ്യും. ഫയർ ഓഫ് ഗോഡ്. ചിലർക്ക് അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാ, ചിലർക്ക് വിടുതലുകൾ വെളിപ്പെടാൻ പോവുകയാ. ഇതിനകത്ത് നീ വന്നിട്ട് വെറുതെ പോകത്തില്ല. ആത്മാവ് ശക്തമായി പറയുന്നു, ചില ദുർഘട്ടുകൾ ഇന്ന് പകൽ പൊട്ടുന്നു. ഫയർ. അടിയട്ടെ. കുടുംബങ്ങളെ വിട്ടുപോട്ട് ചിലത്. ആത്മസാന്നിധ്യം ഇറങ്ങുക ഇന്ന്. ദണ്ണിപ്പിക്കുന്ന ചില പൈശാചികമായ ആധിപത്യങ്ങൾ ഇനി നിന്നെ ദണ്ണിപ്പിക്കുകയില്ല. ഇന്ന് ചില തീരുമാനങ്ങൾ വെളിപ്പെടും. നിന്റെ കുടുംബത്തിന് വേണ്ടി അവകാശം പറഞ്ഞ് നിന്നെ കൊണ്ടുപോകുമെന്നും നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്നും
നിന്നെ ഗദരദേശത്ത് പാർക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ പലപ്പോഴും വീടിന് പുറത്താക്കി പട്ടണത്തിന് പുറത്താക്കിയ ദുഷ്ടപിശാച് ഇന്ന് പകലിൽ കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ശാസിക്കുന്നു. Right now I command you, come out. അഴിയട്ടേതെല്ലാം. Holy Spirit Lababa Shekeria Rebel Proudibiri Gadaga Rachaskamana Gadagasi. ഇന്ന് ചിലതിനെ ദൈവം വ്യത്യസ്തരാക്കി മാറ്റാൻ പോവുക. ഈ മീറ്റിംഗ് കഴിഞ്ഞ ചില വീടുകളിലേക്ക് എത്തുമ്പോൾ ആമേൻ, ചിലർ നിങ്ങൾ നോക്കുന്നത് വെറുതെയല്ല, നിന്നെ കണ്ടിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റാത്തോണ്ടാ. ആത്മാവ് ഇതിനകത്ത് ശക്തമായി ചില വ്യക്തികളുടെ മേൽ പരിവർത്തിക്കാൻ പോവുക. നിന്നെ ചിലർ നോക്കുന്നതിന്റെ കാരണം നിന്റെ മേൽ ഒരു ദൈവശക്തി ദൈവശക്തി തൊടുക. അസാധാരണമായി തീ ചില ശരീരങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ദൈവം റിലീസ് ചെയ്യുവാൻ. ആത്മാവ് ശക്തമായി ഇന്ന് പകൽ ഇതിനകത്ത് കൈമാറുക. ആത്മമണ്ഡലങ്ങൾ തുറക്കാൻ പോവുകയാ. എനിക്കറിയാം ചില വ്യക്തികളുടെ മേൽ അസാധാരണ ആത്മാവിന്റെ പകർച്ചകൾ വെളിപ്പെടാൻ പോവുകയാ. Take the power. Take the power. Yes. Take the power. ഒരു ആത്മാവിന്റെ അഗ്നി, ഒരു തീ പോലെ ഈ പകലിൽ receive fire. തൊടുക. പിടിച്ചൊതുക്കാൻ കഴിയാത്തൊരു തീ ഈ പകലിൽ നിന്റെ മേൽ ദൈവം റിലീസ് ചെയ്യുന്നു. Yes. Fire. Wow. Laba nashatara de rikaba. Yes, the power of Holy Spirit. Take the anointing of Jesus. Lam shatana sakala duratma shaktiകളെ കൽപ്പിക്കുന്നു. In mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ സകല ദുർസ്പിരിറ്റുകളെയും ഇന്ന് പകൽ ഞാൻ ശാസിക്കുന്നു. അതെല്ലാം വിട്. ആത്മാവിന്റെ തീ. Take the power. തൊടുക. ചില വിടുതൽ നടക്കാൻ പോവാ ബ്രദറെ. ദൈവാത്മാവിന്റെ തീ ഇന്ന് പകലിൽ നിന്റെ മേൽ സ്വർഗ്ഗം റിലീസ് ചെയ്യുന്നു. Yes. ചില ബോണ്ടേജുകളൊക്കെ അഴിയപ്പെടുന്നു. ലാബാന ഷെഖേറിയംഥേനി റീബൽ പ്രൗഡിബിരി ഗഡഗ റക്ഷസ്കമന ഗഡഗ ഷൈഡിബിരി ഗഡഗസി. Glory in the name of Jesus. Lam shada rebesi amthini rikamana shekerian. Amen. പരിശുദ്ധാത്മാവ് എന്നോട് പറയും, ഒരു കസേര എടുത്തിട്ട് കൊടുക്കാം ബ്രദറിന്. വളണ്ടിയേഴ്സ് ഒക്കെ പോയി. ഹോളി സ്പിരിറ്റ് റാം ഷാധേനി റഖേലി ബിയാംധേനി. Come on. ഞാൻ നിങ്ങളോട് പറയാം, 13 പേര് ഗദരദേശത്ത് എത്തിയപ്പോൾ സാത്താൻ 13നെയും കണ്ടില്ല, ഒരാളെ കണ്ടുള്ളൂ. ആ വ്യക്തിയുടെ പേര് നസ്രേന യേശുവ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ ആ രാത്രിയുണ്ട്, ഇവിടെ യാത്രയുണ്ടല്ലോ, യാത്ര. ഈ യാത്രക്കിടയിൽ യാത്രയിൽ 12 പേര് ഉശിരോടിരിക്കുക. ഏത് പ്രതികൂലം വന്നപ്പോൾ ഇവരെല്ലാം ഉണർന്നിരിക്കുക. ആര്? പത്രോസ് അടക്കം യൂദ വരെയുള്ള സകല എണ്ണം ഉണർന്നിരിക്കുക. പക്ഷെ ഒരാൾ പടകി കിടന്ന് ഉറങ്ങുക. ഞാൻ ഇതിന് വായിച്ചിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞടാ, ഈ ഉണർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊള്ളാം, പക്ഷെ അങ്ങ് ചെല്ലുമ്പോൾ സാത്താൻ പോലും നോക്കുകയില്ല അവനെ. നസറേത്തിൽ ജനിച്ചു വളർന്ന യേശു, നസറേത്തുകാരൻ, ബൈബിൾ പറയുന്നു പടകി കിടന്ന് ഭയങ്കര ഉറക്കമാണ്.
പക്ഷെ നാട്ടിലാരും കണ്ടില്ലേലും 6000 ഭൂതങ്ങൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങുവാണെങ്കിലും ആളൊരു കേമന. ഗ്ലോറി. ആത്മാവ് ശക്തമായി ഇന്ന് പകൽ പ്രതികരിക്കുക. ചിലതിനോട് ചിലര് സൈലന്റ് ആയിരിക്കും, പക്ഷെ സാത്താൻ അറിയാം ഇവനാ ദേശത്ത് കാല് വച്ചാൽ പട്ടണത്തെ ചലിപ്പിക്കുമെന്നറിയാം. Glory to Jesus. Amen. കണ്ടപ്പോൾ ആരൊക്കെ അന്ന് പരാതി പറഞ്ഞു, എങ്കിലും കർത്താവ് നീ ഉറങ്ങുകയല്ലേ, ഒന്ന് ഉണർന്നെങ്കിൽ ഞങ്ങൾ മുങ്ങുമായിരുന്നു. ഇതൊക്കെ അവരുടെ ചോദ്യം. അവർക്ക് പിടികിട്ടിയില്ലെന്തേ? ചിലരുടെ കാഴ്ചപ്പാടിൽ ചിലർ ഉറക്കുന്നത് പോലെ തോന്നുക. പുറത്തിച്ചിരി ക്ഷീണം കാണും, പക്ഷെ അകത്തെ മനുഷ്യനുണ്ടല്ലോ, അവനെ തിരിച്ചറിയുന്ന ഗദരദേശത്തിലെ ചിലരുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, പുറം ചിലർക്ക് ബലഹീനമാണെങ്കിലും നിന്റെ അകത്തുള്ള ആത്മ മനുഷ്യന്റെ കരുത്ത് ദേശങ്ങളിലുള്ളവർ തൊടുക, ദൈവാത്മാവ് തൊടുക. In the mighty power. Hallelujah. അങ്ങനെയുള്ളതിനാ ദൈവത്തിന് ആവശ്യം. പുറം കണ്ട വലിയ വിദ്യാഭ്യാസം തോന്നത്തില്ല, പുറം കണ്ട വലിയ കരുത്ത് തോന്നത്തില്ല, പുറം കണ്ട പാവത്താനെ പോലിരിക്കും, പുറം കണ്ട അയ്യോ ഇത്രയും സൗമ്യനാണോ. പക്ഷെ നിന്നെ ഉറങ്ങുന്നത് പോലെ കണ്ടെങ്കിലും പിശാച് ഭയക്കുന്നത് നിന്നെയാ. കാരണം നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ഗദരദേശത്തെ കാല് വച്ചാൽ ആത്മാവ് ശക്തമായി ഈ പാറശാലയ്ക്കകത്ത് ഇടപെടുകയാ. ചില വ്യക്തികളെ നോക്കി ദൈവാത്മ പ്രവചിക്കുന്നു, അസാധാരണമായ കരുത്ത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യന്റെ മേൽ ദൈവം റിലീസ് ചെയ്യാൻ പോവാ. ഈ പട്ടണത്തിൽ തലങ്ങും വിലങ്ങും നടന്ന ചില വിടുതലുകളെ വെളിപ്പെടുത്താൻ ഇന്ന് പകലിൽ ദൈവശക്തി ചില വ്യക്തികളുടെ മേൽ fire. Yes, please volunteers. Lam shata rakamana sharateri rimana shakenia rival proudi birigadagase. In the mighty name of Jesus, and the name of Jesus, abhishekam oru thee pole fire. തൊടുക പിടിച്ചത് കൺകടിയാത്ത ദൈവത്തിന്റെ തീ ഇന്ന് പകലിൽ നിന്റെ മേൽ വെളിപ്പെടുന്നു ബ്രദർ, നിന്റെ മേൽ വെളിപ്പെടുന്നു. Come on, receive fire. തൊടുക ദൈവശക്തി വ്യാപരിക്കുന്നു. ചില ശരീരങ്ങൾക്ക് ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തി. പിടിച്ചോളെ ചിലർക്ക് ഇരിക്കാൻ കഴിയാത്ത Come on. La bra ba sharate rika bashe rimana shekeni riba shateni ribal katenia riba shekeni. Yes. തീതുറന്നു. ഇന്ന് പകലിൽ അസാധാരണ ശക്തിയുള്ള ചിലർ എണിക്കാൻ പോവുക. അസാധാരണമായ തീ. ഈ അഭിഷേകം തൊടുന്നു. ഉടക രഗദ ഷാരാ ധേരി റീബൽ പ്രൗഡ് റീഗ ശമനെ തൊടുന്നു. ദൈവാത്മാവിന്റെ തീ ഇന്ന് പകലിൽ നിന്റെ മേൽ വെളിപ്പെടുക. Fire. Yes. വലിയ മഹത്വം ചലിക്കുക. അടകബല ശന്തന റിഗദന ജലഘടക റീബൽ പ്രൗഢി ബിരിഘടക രക്ഷസ്കമന ഘടക. യേശുവേ, നിന്റെ മഹത്വം ഇറങ്ങണമെന്ന് ഇതിനകത്തിരിക്കുന്ന ചിലര് പട്ടണങ്ങളിൽ കാലുകുത്തുമ്പോൾ അവരാരെന്ന് ദേശം അറിയണം. അറിയാൻ പോവുക.
ഇത്ര കാലവും ഗദരദേശം അറിയാത്ത ഒരുവൻ ആ പട്ടണത്തിലേക്ക് വരുന്നുണ്ട്. ആത്മാവ് ചില മനുഷ്യന്മാരോട് പറയുക, പിതാക്കന്മാരുടെ കാലം മുതലേ നൂറ്റാണ്ടുകൾ കുടിയിരുന്ന ശക്തികൾ ഭയക്കുവാൻ തക്കവണ്ണം ചിലത് ദേശങ്ങളിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. വെറുതെ പറയുകയല്ല, ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. അസാധാരണമായ ശക്തിയോടെ നിന്റെ പറമ്പിൽ കാല് വയ്ക്കുമ്പോൾ പിതാക്കന്മാർ ഇരുത്തിയത് അവിടെ നിന്ന് എഴിച്ചു പോകുന്ന Yes, the Holy Spirit. Praise God. Glory to Jesus. ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് ചലിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്ന് ഈ ഹോളിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ദൈവകൃപ ഇന്ന് ഈ ഹോളിനകത്ത് ചലിക്കുകയാ. In the mighty name of Jesus. In the name of Jesus. പ്രാർത്ഥനയോടിരിക്കണം. ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. Hallelujah. Hallelujah. Amen. 13 പേരെത്തിയിട്ടും ഒരാളെ മാത്രമേ ഈ ലഗ്യവും ബാധിച്ചവൻ എതിരേറ്റുള്ളൂ. അത് നസറായനെ മാത്രമാണ്. നമ്മുടെ കൈക്കരുത്തൊന്നും പിശാചിനൊന്നുമല്ല. നമ്മൾ അധ്വാനിച്ച് കൂട്ടിയതൊന്നും പിശാചിനൊന്നുമല്ല. ഒരു പനിയുടെ മുമ്പിൽ അതൊക്കെ അടിയറോ പറയത്തേ ഉള്ളൂ. ആമേൻ. നമ്മുടെ എന്ത് ആരോഗ്യം ഉണ്ടെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. ഒരു ലൂസ് മോഷൻ്റെ മുമ്പിൽ അതെല്ലാം തീരുന്നേ. പക്ഷെ ദൈവാത്മ പറഞ്ഞതിൻ്റെ അകത്തൊരു ആത്മമനുഷ്യനുണ്ട്. ഇതിനെ കണ്ട പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇതിനെ കണ്ട പിശാചി ഇരിക്കത്തില്ല. അവൻ അവിടെ നിന്ന് എഴിക്കും. ഹല്ലേലൂയ. ഞാൻ ഭാഗം വായിച്ചപ്പോ അപ്പോ എതിരേക്കാനുണ്ടായ കാരണം എന്നതാ? യേശു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്ര സമയം ഉണ്ടായിരുന്നോ? 5-10 മിനിറ്റല്ല, രാത്രി മുഴുവനും നീണ്ട പ്രാർത്ഥനകൾ യേശുവിനുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ദൈർഘ്യം നിന്നിൽ വർദ്ധിക്കുമെങ്കിൽ ദേശത്ത് കിടക്കുന്ന ദുർവ്യാപാരങ്ങൾക്ക് നിന്നെ മനസ്സിലാകും. നീ പ്രാർത്ഥിച്ചു എന്നാരോടും പറയണ്ട. നിന്റെ മുഖം കാണുമ്പോൾ ചിലതൊക്കെ തലപൊക്കാൻ തുടങ്ങും. കാരണം നിന്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ശക്തി കിടക്കും. അടുത്ത 9-10 ഞാൻ വായിപ്പിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ കിടക്കുന്നേ, നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. അന്നേരം ഇവൻ പറയുക, അപ്പോഴാണ് അവൻ്റെ ഐഡന്റിറ്റി അവൻ വെളിപ്പെടുത്തുന്നത്. ഞാനല്ല, ഞങ്ങളാ. ഹല്ലേലൂയ. ചിലര് ചോദിച്ച ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുകയല്ല. നസ്രായൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനല്ല, ഞങ്ങളാ. നിങ്ങളിൻ്റെ മേളിലോട്ട് വായിച്ചാൽ അറിയാം, പലപ്പോഴും അവനെ ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചതാ. പലരും കെട്ടാൻ നോക്കി, പക്ഷെ പുള്ളി ഒതുങ്ങിയില്ല. എന്നാ ചുമ്മാ വന്നിന്ന് നസ്രായൻ ചോദിക്കുക, നിന്റെ പേരെന്നാടാ? അന്നേരം പറഞ്ഞു, എന്നെ പലരും കെട്ടി, പക്ഷെ ഞങ്ങൾ പലരാ, എല്ലാരെയും കെട്ടാൻ പറ്റിയിട്ടില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് തീരുമാനം ഉണ്ടാക്കും. എത്ര എണ്ണം ഉണ്ടെങ്കിലും ഇന്ന് തീരുമാനം ഉണ്ടാകണം. അതാ പ്രാർത്ഥനയുടെ ബലം, അതാ പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ. ഇത് വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് കൂടി വരികയല്ല, ഇത് ഡെലിവറൻസ് മീറ്റിംഗ്. നിങ്ങൾ വിടിവിക്കപ്പെടണം. ഹല്ലേലൂയ. ലൈവിലും എന്നെ വാച്ച് ചെയ്യുന്നവരോട് ഞാൻ പറയാം,
വെറുതെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ല, നിങ്ങൾ വിടുവിക്കപ്പെടണം. ആമേൻ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ ഒമിറ്റ് ചെയ്യുന്നവർ കാണും. കൈവിഷ സ്പിരിറ്റുകളൊക്കെ അഴിഞ്ഞു പോകും. പൈശാചിക സ്പിരിറ്റുകൾ, സർപ്പം ഓടുന്നതും എഴയുന്നതും ഒക്കെ നിങ്ങളുടെ ശരീരങ്ങൾ നിനക്ക് അനുഭവിക്കും. അത് വിട്ടുപോകും. ഇപ്പോ ഹോളി സ്പിരിറ്റ്, ഈ സീസൺ അസാധാരണമായൊരു സീസണാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ പുള്ളിയുടെ ഐഡന്റിറ്റി ഇപ്പോഴാ വെളിപ്പെട്ടെ. പുള്ളി പറഞ്ഞു, ഞാനല്ല, ഞങ്ങൾ പലരാ. ആമേൻ. അപ്പൊ എതിർഭാഗത്ത് 13 ഉണ്ടായിരുന്നു. പക്ഷേ ഈ അശുദ്ധാത്മാവ് കണ്ടെത്തിയതും കണ്ടുപിടിച്ചതും എതിരേറ്റത് ഒരാളെയാ. ആ ഒരാൾ തിരിച്ചു ചോദിക്കുന്നു, നീ ആരാടാ? നിന്റെ പേരെന്നതാ? അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ പലരാ. ഒരു ഭാഗത്ത് യേശു ഒറ്റയ്ക്കും മറുഭാഗത്ത് 6000 പേരും. ശ്രദ്ധിക്ക. ഇന്ന് ആത്മാവ് ചിലതിനോട് പറയുക, ചില യുദ്ധങ്ങൾക്ക് ചിലര് നിൽക്കാൻ പോവുക. ആത്മശക്തി ഉള്ളവൻ, ആത്മാവിന്റെ സാന്നിധ്യമുള്ളവൻ ചില യുദ്ധങ്ങൾക്ക് നിൽക്കാൻ പോവുക. പട്ടണം അവന് വിട്ടുകൊടുക്കുകയല്ല, പട്ടണം നീ പിടിക്കാൻ പോവുക. നീ കാല് വച്ചിട്ട് പേടിച്ചോടുകയല്ല, നീ കാല് വച്ച സ്ഥലം നിനക്ക് അവകാശമാകാൻ. ഇന്ന് പകല ദൈവശക്തി ചില ശരീരങ്ങളുടെ മേൽ ദൈവം പകരട്ടെ. ഓ ഒരു സാത്താൻ വരട്ടെ എന്ന് പറഞ്ഞ് ഓടുന്നവരാകരുത്, പ്രാർത്ഥിക്കുന്നവർ. എന്നോട് ഉണ്ടോ നിങ്ങൾ? എങ്കിൽ 2025 പിശാച് കൊണ്ടുപോകാൻ വച്ചേക്കുന്ന പലതും നിങ്ങൾ തിരിച്ചു പിടിക്കും. ചിലർക്ക് ജപ്തി ഭീഷണിയായിരിക്കും, ചിലർക്ക് ശത്രു കൊണ്ടുപോകുന്നുള്ള ഒരു സങ്കടമാണ്. ഞാൻ പറയാം, അവൻ പേടിപ്പിച്ചെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയല്ല. 2025 ഈ വാക്ക് വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് നീ തിരിച്ചു മേടിക്കുന്ന ഒരു സീസൺ. യേശുവിന്റെ നാമത്താൽ ജയം. നിന്നെ ഒറ്റയ്ക്ക് പിശാച് എതിരേറ്റു. പലരെയും കല്ലെറിഞ്ഞും അടിച്ചും ഉപദ്രവിച്ചും ഈ ലഗ്യോം ബാധിച്ചവൻ ഓടിച്ചതാ. അതുകൊണ്ട് ഇവനെ പേടിച്ച് അവിടെ ആരും വരാറുമില്ല. അടുത്ത നസ്രായം വന്നപ്പോൾ ഇവൻ കല്ലും കൊണ്ട് വരിക എറിയാൻ. ശ്രദ്ധിക്കണം, നസ്രായം വന്നപ്പോൾ കല്ലും കൊണ്ട് വരിക. കൂടെയുള്ള പത്രോസിനൊന്നും ഇവനൊരു വിഷയമല്ല, ഒറ്റ കല്ലിന് വരികയല്ല പത്രോസ. പക്ഷെ നസ്രായൻ അങ്ങനല്ല, കല്ല് കൊണ്ടുവന്നെങ്കിലും എടുത്ത് ഉയർത്താൻ പറ്റുന്നില്ല. കാരണം നോക്കിയപ്പോഴേ മനസ്സിലായി, പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് നിന്നൊരു ദൈവശക്തി അത് പുറത്തേക്ക് പ്രവഹിക്കുകയാ. ആത്മാവ് ചിലതിനോട് പറയുന്നു, നീ തൊട്ടില്ലെങ്കിലും നീ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രസൻസ് നിന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങിയാൽ ദേശങ്ങൾക്കും ദേശാധിപതി ശക്തികൾക്കും മനസ്സിലാകും, യു ആർ നോട്ട് ആൻ ഓർഡിനറി മാൻ, യു ആർ എ സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ, ഗ്ലോറി. സംഗതി അതല്ല, ഞങ്ങൾ പലരാ. അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ലഗ്യോൻ. അതിൻ്റെ അടുത്ത് 6000 ഒന്നാ. ഇത് കേൾക്കുമ്പോൾ പേടിക്കുന്ന ഈ സംഗതികളൊക്കെ വിചാരിച്ച്. പക്ഷെ 6000 ഒന്ന് കേട്ടിട്ടും യേശു പുഷ്പം പോലെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക. ഗ്ലോറി ടു ജീസസ്. ഈസി ആയിട്ട് കൈയും കെട്ടി നിൽക്കുക. 6000 ഉള്ളൂ എന്നാ യേശുവിൻ്റെ ചോദ്യം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, അതൊന്നും ഒരു വിഷയമല്ലെന്നേ. 6000 അല്ല, 6 ലക്ഷം ആയാലും വിഷയമില്ല. ആമേൻ. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ചർച്ചിൽ, വെള്ളനാട് ഞങ്ങളുടെ ചർച്ചിൽ.
ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ് ഫാമിലി വന്നത്. 10 മണിക്കാണ് വന്നത്. 11:30 കഴിഞ്ഞ ശേഷം 12 മണി അടുപ്പിക്കുക. എന്നെയും വീട്ടിൽ വിടുന്നില്ല, അവരും വീട്ടിൽ പോകുന്നില്ല. ഇപ്പം തീരുമാനമാകാതെ എനിക്ക് പോകാനും പറ്റത്തില്ല, എനിക്ക് അവരെ വിടാനും പറ്റത്തില്ല. രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ എനിക്ക് വീട്ടിൽ വരാനും. അപ്പോൾ വീട്ടിൽ പോയാൽ ഇപ്പം 1 മണിക്കെങ്കിലും വീട്ടിൽ എത്താം. അപ്പോൾ 12 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിശാചിനോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു. ഈ പിശാച് എന്നോട് പറയാ പാസ്റ്റർ നിന്ന് പോയ പോലെ തന്നെ. അപ്പോൾ ഇങ്ങോട്ട് എന്നെ വരട്ടുക. ഞാനും ചിന്തിച്ച് ഇന്ന് ഞാൻ പോകത്തില്ല. അപ്പോൾ നമ്മുടെ ചർച്ച ആണല്ലോ, കിടക്കാമെന്ന് വിചാരിച്ചു. ആമേൻ. അപ്പം ഞാൻ പിശാചിനോട് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നിന്നെ പറഞ്ഞ് വിട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതല്ല രസം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സാധനം എന്നോട് ചോദിക്കുക, ഞങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ പാസ്റ്ററിന്? എനിക്കൊരാശ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഈ സാധനം ചോദിച്ചു, പറ, നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എത്ര പേരുണ്ട്? ഒരു കണക്ക് കൂട്ടലൊക്കെ കഴിച്ചു പറഞ്ഞ് ഏകദേശം 2 ലക്ഷം പേരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 ദിവസം ഇരുന്നാലും ചിലപ്പോൾ പോകാൻ പറ്റുകയില്ല. കർത്താവ് എൻ്റെ അകത്ത് പറഞ്ഞു, എടാ 2 ലക്ഷം ഒന്നും ഒരു വിഷയമല്ലെന്നേ. യവന്മാർ ഒരുമിച്ച് അങ്ങോട്ട് നിർത്തി ഒറ്റ ശാസനം മതി, ഒരുമിച്ചങ്ങ് പോവും. ആമേൻ. അത്രയും 2 മണിക്കൂർ ഇരുന്ന് ഞാൻ കുറേ എണ്ണത്തിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞ് 12 മണിയായപ്പോൾ എന്നോട് പറയുക ഇനിയും ഞങ്ങൾ 2 ലക്ഷം ഉണ്ടെന്ന്. ഹല്ലേലൂയ. നടന്ന സംഭവമാണ്, എൻ്റെ ചർച്ചിനകത്ത് നടന്ന സംഭവമാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല അവർ. ആമേൻ. സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് വെയിറ്റിങ്ങിന് വന്നു പോകുന്നുണ്ട്. അവർ ദൂരെ ജോലിയും കിട്ടി. പോട്ടെ, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഈ 12 മണിയുടെ സമയത്ത് പറഞ്ഞാൽ 2 ലക്ഷം ഉണ്ട്. അപ്പോൾ പിശാചി പേടിപ്പിക്കുക, ഞങ്ങൾ കുറേ ഉണ്ട്, നേരം വെളുത്താലും ഞങ്ങളെ ഇറക്കി തീക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവാത്മാനോട് മക്കളെ ഗദരദേശത്ത് ഞാൻ പോയപ്പോൾ അവൻ ഇതുപോലൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനെന്നല്ല ഞങ്ങളെന്ന് പറഞ്ഞു. 6000 പേരുടെ ലിസ്റ്റാണ് പുള്ളി എടുത്തിട്ട്. ആമേൻ. പക്ഷെ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഒന്നും ചെയ്യരുത്, വെക്കോളാന്ന്. നീ ധൈര്യമായിട്ട് അങ്ങോട്ട് നിന്നൊന്ന് ശാസിച്ചു നോക്ക്. ഈ 2 ലക്ഷം എന്നത് ഒറ്റ പ്രാർത്ഥന കൊണ്ട് അഴിയാൻ പോവുക. ആമേൻ. ഒരു 10 മിനിറ്റ് കൂടെ എടുത്തു കാണും. ഞാൻ പിശാചിനോട് നിങ്ങൾ 2 അല്ല ഇനി 20 ഉണ്ടെങ്കിലും ആമേൻ ഈ 10 മിനിറ്റിനകത്ത് നീ വിട്ടുവെക്കണം. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എനിക്ക് തോന്നുന്നു 12:10 അല്ലെങ്കിൽ 12:15 ഈ സാധനം മൊത്തവും പറഞ്ഞു ഞങ്ങളിതാ പോണ്. സഹോദരി അങ്ങ് വീഴുകയും ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് കഴിക്കുകയും ചെയ്തു. അവരും വീട്ടിൽ പോയി, ഞങ്ങളും വീട്ടിൽ പോയി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് പേടി വേണ്ട. അവൻ്റെ കണക്ക് കേട്ട് നീ പേടിക്കരുത്. അവൻ 2 ലക്ഷം 20 ലക്ഷവും അല്ല, അതിനേക്കാളും ഉണ്ട്. ഞാൻ കണക്ക് ഇപ്പം പറയുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് പലർക്കും അറിയാം കണക്ക്, കോടികളുടെ കണക്കുണ്ടല്ലോ. വീട് അത് വിട്ടേരെ. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ആ കണക്ക് വേണ്ട. അവൻ എന്നാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നവൻ തല ഉയർത്തി ഉറച്ചു നിൽക്കാമെങ്കിൽ അവൻ്റെ മുമ്പിൽ അവൻ തല ഉയർത്തുകയില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ ഭവനങ്ങൾ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിന്റെ വീട് അവൻ എടുക്കുമെന്ന് ഭീഷണി മുഴക്കിയെങ്കിൽ ഇന്ന് ദൈവശക്തി നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ അത് അവന് കൊടുക്കത്തില്ല. നീ അത് തിരിച്ചു പിടിക്കും. Come on, receive the power. Hallelujah. Amen. Hallelujah. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഈ യേശുക്രിസ്തു ചോദിക്കുക നിന്റെ പേരെന്നാ? പുള്ളി പറഞ്ഞു ഞങ്ങൾ ഒന്നല്ല, ലഗ്യോൻ. അപ്പോൾ ഒരാളിന് ഒരു പേര് പറഞ്ഞ് 6000 അതിൻ്റെ അകത്തൊന്ന് ഒതുക്കി നിർത്തിയേക്കുക. ശ്രദ്ധിക്കണമേ. ഇതിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആരാ മീറ്റിംഗ് നടത്തുന്നത് ചോദിച്ചാൽ എൻ്റെ പേരും പറഞ്ഞ്, ഇനിയിപ്പോൾ മിസ്സിസിൻ്റെ പേരും പറഞ്ഞ്, ഇനിയിപ്പോൾ ഓർഗൻ വായിക്കുന്ന പുള്ളിയുടെ പേരും പറഞ്ഞ്, ഇനിയിപ്പോൾ പാടിയ പുള്ളിയുടെ പേരും പറഞ്ഞ്, ഇനി ഓരോരുത്തരെയായി പറയുന്ന നേരം ഇത് ജിജിഎമ്മും ടീമും ആണെന്നങ്ങ് പറയും. എളുപ്പമതല്ലേ? ഇത് ജിജിഎമ്മും ടീമും അല്ലെ റെജി പാസ്റ്ററും ടീമുമാണ്. ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? തലമൂത്തപ്പം പറയുക ലഗ്യോന. അതിൻ്റെ അർത്ഥം 6000 പുറകിലുണ്ട്.
ഈ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് വിറയൽ വച്ചു. എൻ്റെ ഭാഷ പേര് ചോദിച്ചപ്പോൾ വിറച്ചാ പറയുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ പുള്ളി പറയുക, ഞങ്ങള് ഇവനീന്ന് പറഞ്ഞു വിട്ടാലും നാട്ടീന്ന് വിടല്. ഓ, അങ്ങനെയുള്ള എഗ്രിമെന്റ് വേണ്ട. ഇന്ന് പോകുന്നെങ്കിൽ നാട്ടീന്നേ പോവും. ഇന്ന് ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് സംസാരിക്കുക. ചില സ്പിരിറ്റുകൾ ഇന്ന് ഇറങ്ങുന്നത് നാട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുക. അശുദ്ധ വ്യാപാരങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല, നിന്റെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, നിന്റെ ദേശം വിട്ട് വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഇനി നിന്റെ ദേശത്തിന് പോലും അവൻ ഇരിക്കാൻ ഭയമായി മാറും. ഹല്ലേലൂയ. ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് പറയുക, ഞങ്ങളെ പറഞ്ഞു വിടരുത്, പട്ടണത്തിൽ നിന്ന് ഞങ്ങളെ അയക്കല്ല്. ഇന്നിതിനകത്തിരിക്കുന്ന ചിലർ വിടിവിക്കപ്പെട്ടാലും വേറെ ചിലതിനെ പൂട്ടാനുള്ള പൂട്ട് പിശാചിന്റെ കയ്യിലുണ്ടെന്നാ. അതുകൊണ്ടല്ലേ അവൻ ദേശത്ത് നിന്ന് പോവാത്ത. ആമേൻ. നിന്നെ സ്വതന്ത്രമാക്കി അതിന്റെ കൂടപ്പറപ്പിനെ പൂട്ടായിരിക്കുക. അവൻ നിന്നെ വിടിവിച്ച നിന്റെ ഭാര്യയെ പൂട്ടാൻ ഇരിക്കുക, നിങ്ങളെ വിടിവിച്ച നിന്റെ ഭർത്താവിനെ പൂട്ടാൻ ഇരിക്കുക. അതുകൊണ്ട് പുള്ളി പറയുക, ദേശത്തിൽ ഞങ്ങൾ കിടന്നോളാം. കർത്താവ് പറഞ്ഞു, ആ പരിപാടി വേണ്ട, പോകുന്നെങ്കിൽ ഇന്ന് ഞാനങ്ങ് ഇറക്കും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ചില വീടുകളിൽ നിന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പോവുക. ചിലത് ചില ഭവനങ്ങളിൽ നിന്ന് ചിലതങ്ങ് ഇറങ്ങാൻ പോവുക. കാലങ്ങളായി നിങ്ങൾ ദണ്ണിപ്പിച്ച ശക്തികൾ നിങ്ങൾ വിടാൻ പോവുക. ഇനി നീ രോഗിയല്ല, നീ രോഗ അവസ്ഥയിൽ കഴിഞ്ഞ കാലം മതി. നീ ഇനി ദാരിദ്ര്യവാസിയല്ല. കർത്താവിന്റെ സമ്പത്ത് നിന്റെ വീട്ടിൽ ഇറങ്ങാൻ പോവുക. നീ ഇനി ബലഹീനയല്ല, ആത്മാവിൽ നീ ബലപ്പെടാൻ പോവുകയാ. ദൈവാത്മാവ് ശക്തമായി ഈ പകലിൽ സംസാരിക്കുന്നു. ചില കുടുംബങ്ങളിൽ നിന്ന്, ചില പ്രോപ്പർട്ടികളിൽ നിന്ന്, ചില ദേശങ്ങളിൽ നിന്ന് എന്നേക്കുമായി അവൻ വിട്ടുപോകാൻ സമയമായി. വിട്ടുപോകാൻ സമയമായി. വിട്ടുമാറാൻ സമയമായി. ഒറ്റ ചോദ്യം, ഞങ്ങളെ നാട്ടിൽ നിന്ന് വിടല്. എന്നിട്ട് അടുത്ത് പറഞ്ഞ വാക്ക്, ഞങ്ങളെ പാതാളത്തിലോട്ട് വിടല്. ആമേൻ, ആമേൻ. എൻ്റെ ഭാഷയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. 6000 ഭൂതങ്ങളും കൂടെ ഒറ്റ മനുഷ്യനോട് ചോദിക്കുവാണ്, ഞങ്ങളെ പാതാളത്തിലോട്ട് വിടരുത്. യേശു പറഞ്ഞ ഒന്നും മിണ്ടിയില്ല. യേശു ഒന്നും മിണ്ടിയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ പവർ തിരിച്ചറിയാൻ പോവുക. ആമേൻ. ഇവരെവിടെ എന്താ ചോദിച്ചെന്നാ? ഞങ്ങളെ പന്നിക്കൂട്ടത്തിലോട്ട് കയറാൻ അനുവദിക്കണം. അവൻ പന്നിയിലും കയറും, അവൻ പട്ടിയിലും കയറും. നീ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചുമ്മാ നിൽക്കത്തുന്ന പട്ടി ചാടി വരും, അവൻ കയറി. അങ്ങനെ ഹാലേലൂയ പറഞ്ഞില്ല. ചിലരിപ്പോഴത്തെ ചിന്തിക്കുക, എൻ്റെ വണ്ടി പട്ടി ഇടിച്ചത് അവനായിരിക്കും. ആയിരിക്കുന്നേ, അവൻ പന്നി കയറുവാണെങ്കിൽ പിന്നെ പട്ടി കയറത്തില്ലേ? നിങ്ങൾ എന്നാ ഇങ്ങനെ നോക്കുന്നത്? ഇത് മകളുള്ള കാര്യമല്ലേ പറഞ്ഞത്? 2000 പന്നികളിലല്ലേ കയറിയത്, പിന്നെ ചന്തയിൽ കിടക്കുന്ന 10 പട്ടിയിൽ അവൻ കയറില്ലേ? ഇനി അതുമല്ല വിഷയം. യേശു ഒന്നും മിണ്ടിയില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ പവറാ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. വാ പൂട്ടി മിണ്ടാതെ നിർത്തും എന്ന് പറഞ്ഞെങ്കിൽ മിണ്ടാതെ നിർത്തും. യേശു നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. ഞങ്ങളെ നാട്ടിൽ നിന്ന് വിടല്, പാതാളത്തിൽ വിടരുത്, പിന്നെ ഇവിടെ കയറണം, പന്നിയിലോട്ട് കയറാൻ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദോഷം ചെയ്യാതെ അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ഇരുന്നോളാം. യേശു ഇങ്ങനെ പറഞ്ഞു. യേശുവിൻ്റെ ചിന്ത ഇതാണ്.
ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കയറിയിരുന്നോ. ഓ, കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാനിവിടെ അങ്ങ് നിൽക്കുക. നിങ്ങൾക്ക് പട്ടിയിലോ പൂച്ചയിലോ പന്നിയിലോ കോഴിയിലോ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കെ, കാണട്ടെ. നീ നിലയുറപ്പിച്ചാൽ ഒരു തുരുമ്പിൽ പോലും അവര് പിടിക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പാ. വിശ്വസിക്കുന്നവനോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശക്തി പിശാചിന് മനസ്സിലാകും. അവൻ ദേശങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടും. അയ്യോ, എനിക്കത് ഞാൻ ആ വാക്കിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ കത്താൻ തുടങ്ങി. യേശു എന്നാ പറഞ്ഞ, പിശാച് പറഞ്ഞ പോലെ നിന്നോടുത്തോ, കേറിക്കോ. പന്നിയെങ്കിൽ പന്നി കേറിക്കോ. ആമേൻ. പന്നി കയറണമെങ്കിൽ നീ പന്നി കയറിക്കോ. പാതാളത്തിൽ പോണ്ടെങ്കിൽ പോണ്ട. പക്ഷെ ഒരു കാര്യം, ഞാനിവിടെ നിൽക്കും. ഒരല്പ നിമിഷം കൂടെ ഞാനിവിടെ നിൽക്കും. ഞാൻ നിൽക്കുമ്പോൾ നിനക്ക് എവിടൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ചിലരെ ഇന്ന് ദൈവം അങ്ങനെ തന്റെ ശക്തിയാൽ നിറയ്ക്കാൻ പോവുക. നീ പാർക്കുന്ന വീട്ടിനകത്ത് ഇനി ദുരാത്മമണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ഇന്ന് പകലിൽ ദൈവശക്തി ചില ശരീരങ്ങൾക്കകത്ത് ദൈവം നിറയ്ക്കാൻ പോവുക. നീയും പിശാചിനും ഒരുമിച്ച് അവിടെ വാഴാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി ഇന്ന് നിറയട്ടെ. ഫയർ ചൂടകബല ശന്തർ കമനകടക റീബ ലഷേ റീഗൽ പ്രൗഢിബിരികടകസേ അച്ഛന റക്ഷസ് കമനകടകസേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാ. ഒരുമിച്ച് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് ആത്മസാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടാൻ പോവുക. ചൂടാകാവാന ശന്തൽ കമനകടക ഷൈഡ് പ്രൗഢിബിരികടകസേ. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാ. ഉടകാരികതന ജലഘടക രഹസ്യാന്തന റീബൽ പ്രൗഢമനഘടക രക്ഷസ്കമനഘടകസേ. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ വചനം കേട്ട നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും കണ്ണുകളടയ്ക്കാം. ചില നിമിഷങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക. റിഖബാള മുന്നോട്ട് വന്ന് നിൽക്കാൻ കഴിയുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു നിൽക്കുക. നിങ്ങൾക്ക് ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ചൂടാകാബാൽ അഷാരാധേരി. സഹോദരന്മാർക്ക് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് നിൽക്കാം. യെസ്, ഈ ഭാഗത്തോട് നിന്ന് ഷാരാധേരി. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിടുതൽ ഏറ്റെടുത്തോണം. ഇതിനകത്ത് അതുണ്ട്, ആ ഡെലിവറൻസ് ഉണ്ട്. അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. പാസ്റ്ററിനെ തൊടട്ടെ എന്നല്ല, തൊട്ടില്ലേലും ആത്മാവിന്റെ ശക്തി ചലിക്കും. യേശു ലഗ്യോൻ ബാധിച്ചവന്റെ കൈയൊന്നും വച്ചില്ല. കർത്താവിനെ ഞാൻ നിൽക്കും. നടക്കേണ്ട വിടുതൽ അവിടെ നടക്കും. ഈ സീസൺ വേറെയാ. ഇത് കൃപായുഗം തുറക്കപ്പെട്ടിരിക്കുന്നു. കൃപായുഗത്തിൻ്റെ അകത്ത് ദൈവശക്തിയുടെ ഒഴുക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് അതിശക്തമായി ഇന്ന് പകലിൽ സംസാരിക്കുന്നു. ദൈവശക്തി നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ആരും തൊടാതെ ചില ദുർഭൂത സ്പിരിറ്റുകളൊക്കെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് വിടും വിടും വിടും. പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിന്റെ തീ ചില ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാ. വെളിപ്പെടാൻ പോവുകയാ. വെളിപ്പെടാൻ പോവുകയാ. പ്രാർത്ഥിച്ചോണേ, പ്രാർത്ഥിച്ചോണേ. ആത്മസാന്നിധ്യം ഇറങ്ങാൻ പോവുകയാ. അടക ശകന റിഗദന ജലസേ റീബൽ പ്രൗഢവ രഗദ ഗഡഗസി. പ്രാർത്ഥിക്കുക. അതരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി. എന്റെ വീട്ടിനകത്തിന് ശത്രു വേണ്ട. ഇന്ന് ദൈവം നിന്റെ മേല ദൈവശക്തി ഇടും. Fire of God. കത്തുന്നു കത്തുന്നു കത്തുന്നു. Fire of God. നിറയപ്പെടാൻ പോവാ, നിറയപ്പെടാൻ പോവാ. ദൈവശക്തി നിറയപ്പെടാൻ പോവാ, നിറയപ്പെടാൻ പോവാ. പിടിച്ചൊതുക്കാൻ കഴിയാത്ത തീ ചില ശരീരങ്ങളിലേക്ക് വരും. ഗദരദേശമല്ല,
നിന്റെ ദേശം നിന്നിലൂടെ സ്വതന്ത്രമാകാൻ പ്രവചിച്ചോ. ഫയർ! ആത്മാവിന്റെ തീ ഇന്ന് പകലിൽ നിന്റെ മേൽ റിലീസാകുന്നു. ഇല്ല പിശാചേ, നിനക്ക് കഴിയത്തില്ല, നിനക്ക് പറ്റത്തില്ല. ചില ദുരാത്മ മണ്ഡലങ്ങളെല്ലാം പൊട്ടുക, ചില ദുരാത്മ ശക്തികളെല്ലാം അഴിയുക. ചില വിടുതലുകൾ സംഭവിക്കുന്നു, അശുദ്ധ വ്യാപാരങ്ങൾ അഴിയുന്നു. ആത്മാവിന്റെ തീ ഇന്ന് പകലിൽ ചലിക്കുക. ആത്മാവിന്റെ അഗ്നി ഒരു തീ പോലെ അഭിഷേകം ചലിക്കുന്നു. അഭിഷേകം ചലിക്കട്ടെ. ഇറങ്ങുക. മകത്വം തൊടുക സിസ്റ്ററെ, മകത്വം തൊടുക. ദൈവശക്തി നിന്നെ തൊടുക. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ നിന്റെ മേൽ വെളിപ്പെടുന്നു. Receive the anointing. ദൈവശക്തിയെ സ്വീകരിച്ചോ. പിടിച്ചോളെ. ഒരു തീ, ദൈവാത്മാവിന്റെ തീ ചിലർ മേൽ വെളിപ്പെടാൻ പോവുക അതിശക്തിയോടെ. ദേശങ്ങളെ സ്വതന്ത്രമാക്കാൻ ഇന്ന് ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുന്നു. മകത്വം തൊടുന്നു. മകത്വം തൊടട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. ഒരു തീ. ദൈവശക്തി തൊടുകയാ. ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാ. യേശുവിന്റെ മകത്വം ചലിക്കട്ടെ. In the name of Jesus. തീ തൊടുക. നിന്റെ ആത്മശക്തി തൊടുകയാ. ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുക. Power of Holy Spirit. Yes. Yes, the power. La ba she. Rika manase. Hey. ചില സ്പിരിറ്റുകൾ വിട്ടുപോകുന്നു. ശരീരം വിടണം. നിനക്ക് ഇരിക്കാൻ കഴിയില്ല, ഇരിക്കാൻ പറ്റില്ല. ആ ശരീരത്തിൽ നിന്ന് അങ്ങനെയുള്ള സ്പിരിറ്റുകളെല്ലാം ഇന്ന് പകലിൽ ഞാനതിനെ പൊട്ടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കെട്ട് അഴിയുന്നു. ശരീരത്തിൽ നിന്ന് കെട്ട് അഴിയുന്നു. വിടട്ടെ. മകത്വം തൊടട്ടെ. തൊടുന്നു. കെട്ട് അഴിയുന്നു. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തിൽ നിന്നും
ചില കെട്ടുകളെ ഇന്ന് പകലിൽ ഞാനങ്ങ് പൊട്ടിക്കുന്നു. യേശുവിന്റെ മഹത്വം പിടിച്ചോ. the name of Jesus. ചില വിടുതലുകൾ സംഭവിക്കട്ടെ. പൈശാചികന്റെ ആധിപത്യങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. Now in the name of Jesus I break it. യേശുവിന്റെ നാമത്തിൽ സകല പോരുകളും ഉടയട്ടെ. ഉടയട്ടെ 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 ഉടയട്ടെ. മുന്നോട്ട് വിടാതെ വണ്ണം കെട്ടിയിരിക്കുന്ന ചില അതിരുകൾ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുവാൻ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ചില മിറക്കിളുകൾ വെളിപ്പെടട്ടെ. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ആ കുടുംബത്തിനകത്ത് കിടക്കുന്ന സകല സ്പിരിറ്റുകളെയും മാറട്ടെ മാറട്ടെ മാറട്ടെ. പ്രാർത്ഥിച്ചോ. അനാവശ്യ അപകടങ്ങളും അനർത്ഥങ്ങളും കൊണ്ട് നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന ചില പൈശാചിക സ്പിരിറ്റുകളെ ഇപ്പോൾ കർത്താവ് അതിനെ പൊട്ടിക്കാൻ പോവാ. നിന്നെയും നിന്റെ കുടുംബത്തെയും ദണ്ഡിപ്പിക്കുന്ന ശക്തികളെ right now I command you, come out. The name of Jesus. ആ കുടുംബത്തിൽ നിന്നല്ല അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ഉടക റിഗതന ജലഘടക രക്ഷസ്കമന ഘടക വൈഷസ് പ്രൗഢി ബിരി ഘടക രഗൽക്കമന ഘടകസി. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ചില വിടുതലുകൾ അനുഭവിക്കാൻ കഴിയാതെ ഒതുക്കിക്കളഞ്ഞിരിക്കുന്ന പൈശാചികമായ സകല കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ റൈറ്റ് നൗ മഹത്വം വെളിപ്പെടട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ശത്രുവിന്റെ സകല പ്ലാനുകളെയും ഞാൻ ഉടക്കുക. പല ശരീരങ്ങളിലും ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവ് ശക്തമായി ഇന്ന് പകൽ സംസാരിക്കുന്നു. നിന്റെ വീട് മാത്രമല്ല, നീ മുഖേന ദേശം വരെ സ്വതന്ത്രമാകാൻ പോവുക. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവശക്തി ദൈവം അയക്കും. നിങ്ങളുടെ കുടുംബത്തിൽ 10 അല്ല 15 ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന നിന്നെ ചിലര് നോക്കും. അതിന് തക്കവണ്ണം ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ റിലീസാകാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിച്ചോണം. നീ ഗദരദേശത്ത് കാല് വച്ചാൽ പിന്നെ ആ ദേശത്ത് ഭൂതങ്ങൾ ഇരിക്കത്തില്ല. വലിയൊരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്നിപ്പോൾ ഇറങ്ങാൻ പോവുക. ഒന്നുകിൽ നീ ഇരിക്കും, അല്ലെങ്കിൽ ഭൂതങ്ങൾ ഇരിക്കും. ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, ഇനി ഭൂതങ്ങളല്ല ഇരിക്കേണ്ടത്, നിന്നിൽ ദൈവശക്തി വെളിപ്പെട്ടാൽ അത് 6000 അല്ല 60,000 ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പോവുക. പ്രാർത്ഥിക്കാൻ റെഡിയാണോ? ആത്മാവിന്റെ അഗ്നി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാ. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാ. പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, എന്റെ അകത്ത് ഗദരദേശത്തെ സ്വതന്ത്രമാക്കിയ ഒരു ശക്തിയുണ്ട്, അത് എന്നിലേക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ റൈറ്റ് നൗ നിന്റെ കാൽപാദങ്ങൾ ചില ദേശങ്ങളിൽ വയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ receive the fire. തൊടുക ഇപ്പോൾ.
അസാധാരണമായ അഭിഷേകം നിങ്ങളുടെ മേൽ കൈമാറുന്നു. ദേശങ്ങളെ സ്വതന്ത്രമാക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ റിലീസ് ആകട്ടെ. നിന്റെ വീട് മാത്രമല്ല, നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ ദേശം തന്നെ ക്രിസ്തുവിങ്കലേക്ക് തിരിയുവാൻ ഇന്ന് പകലിൽ ഈ ദൈവശക്തി നിങ്ങളുടെ മേൽ സ്വർഗം പകരട്ടെ. Holy Spirit, യേശുവിന്റെ നാമത്തിൽ ഈ പാമ്പിന്റെ സകല അധികാരങ്ങളെയും സർപ്പത്തിന്റെ സകല ശക്തികളെയും യേശുവിൻ നാമത്തിൽ ഈ ദാസിയിൽ നിന്ന് ഞാനതിനെ പറഞ്ഞു വിടുന്നു. Now in the name of Jesus. സ്പെഷ്യലി രോഗികൾക്കായിട്ട് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? രോഗത്താലുണ്ട്, എനിക്ക് രോഗത്താൽ ഞാൻ വന്നിരിക്കുന്നു. ഭയങ്കര പ്രശ്നം. ഇനി ആരെങ്കിലും ബലഹീനത വന്നേ പ്രാർത്ഥിച്ചോ, മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചോ. സഹോദരിമാരാരെങ്കിലും മുന്നോട്ട് വരണം. യെസ്, ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. വാ. എന്ത് രോഗമാണെങ്കിലും കർത്താവൻ കഴിക്കും. ശ്വാസമുട്ട്, നെഞ്ചുവേദന, ഉദരത്തിനകത്തെ പ്രശ്നങ്ങൾ, മറ്റ് ബലഹീനത എല്ലാം കർത്താവ് ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കളയാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോടെ ബാക്കിയുള്ളവരെല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സൗഖ്യങ്ങൾ നടക്കും. തീരാ രോഗങ്ങൾ ഇന്ന് പകൽ മാറും. വിടുകയില്ലെന്ന് പറഞ്ഞ് കെട്ടിയിരിക്കുന്ന കെട്ടു പൊട്ടും. അഴിയട്ടെ. പിടിച്ചോ. സ്പിരിറ്റ് പൂർണ്ണമായി ഞാൻ ശാസിക്കുന്നു. സ്പിരിറ്റുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വിചാരത്തിന്റെ കെട്ട് ഇപ്പോൾ തന്നെ ഞാനങ്ങ് അഴിച്ചു കളയുന്നു. ജീസസ്. പ്രാർത്ഥിച്ചോ. നെഞ്ചിനകത്തൊക്കെ അനുഭവിക്കുന്ന ചില അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ റൈറ്റ് നൗ ഫ്രീ ആകട്ടെ. സൗഖ്യം നടക്കുന്നു. തലവേദനയുടെ അസ്വസ്ഥത ഇപ്പോൾ നിന്റെ ശരീരം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ തൊടുന്നു. തലയ്ക്ക് പുറകിൽ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥത റൈറ്റ് നൗ ഫ്രീ ആകട്ടെ. ശക്തി നിന്നെ സ്വതന്ത്രമാക്കുക. എന്നാ അസ്വസ്ഥത? കർത്താവേ, ലൈൻസിനകത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. കർത്താവ് തൊടട്ടെ. ഫ്രീ ആകട്ടെ. അത്ഭുത സൗഖ്യം നടക്കണം. കർത്താവെ, തൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ പിതാവിന്മേൽ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങളെ ഇപ്പോൾ തന്നെ ഞാൻ ശാസിക്കുന്നു. രോഗത്തിൻ്റെ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ എന്നേക്കുമായി ഈ ശരീരത്തിൽ നിന്ന് ഞാനതിനെ അഴിച്ചുവിടുന്നു. സ്പിരിറ്റ് അഴിഞ്ഞു പോ. ഫ്രീ ആകട്ടെ. രോഗത്തിന്റെ കെട്ട അഴിഞ്ഞു പോ. In the name of Jesus.
തലയ്ക്കൊരു പെരുപ്പ്, അസ്വസ്ഥത. റൈറ്റ് നൗ ഞാനിപ്പോൾ ശാസിക്കുന്നു. ആ ഒരു കെട്ട പഴിയും ഇവിടെ അസ്വസ്ഥത റൈറ്റ് നൗ ഞാൻ കൽപ്പിക്കുന്നു. സകല പൈശാചികന്റെ തന്ത്രങ്ങളും ഈ ശരീരത്തിൽ നിന്ന് ഞാനതിനെ ഇറക്കി വിടുന്നു. ഫ്രീ ആകട്ടെ വയറിനകത്ത് യേശുവിന്റെ നാമത്തിൽ. ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന, ഉദരത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് റൈറ്റ് നൗ ഞാൻ ശാസിക്കുന്നു. കേട്ടഴിഞ്ഞു പോട്ടെ, ബലഹീനത വിട്ടുപോട്ടെ, ഉള്ളിൽ കിടക്കുന്ന കൈവിഷ സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ അഴിഞ്ഞു പോട്ടെ, ഒമിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്ത് പുറത്ത് വെക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഒമിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്തിട്. കവറുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഒമിറ്റ് ചെയ്യാനുണ്ട്, ഒമിറ്റ് ചെയ്തെടുത്തോ. കവറുണ്ട്. ഇൻ നെയിം ഓഫ് ജീസസ്. വലിച്ചിട്. ആ സ്പിരിറ്റ് അഴിച്ചിട്. യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചെടുക്കണം. ആ ഉദരത്തിനകത്ത് കിടക്കുന്ന കെട്ട് വയറിൽ കഴിച്ചു പ്രാർത്ഥിച്ചോ. കെട്ടഴിയുന്നു. കഴിഞ്ഞ മാസം വന്നിരുന്നല്ലേ? ഒരത്ഭുത സൗഖ്യം കർത്താവ് തന്നിരിക്കുന്നു. സഹോദരി ഒരു സാക്ഷ്യം പറയാനുണ്ട്. പേരെന്താ? ഉച്ചക്കട്ട വ്രാലിയിൽ നിന്ന് സിസ്റ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കിഡ്നി സ്റ്റോണിനാൽ വന്നു അല്ലേ? 2 കല്ലുണ്ടായിരുന്നു. ആമേൻ. 2 കിഡ്നിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എന്നാ സ്കാനിങ് എടുത്തത്? കഴിഞ്ഞ ആഴ്ചയിൽ സ്കാനിങ് എടുത്തപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയതാ. ആ 2 കല്ലും അവിടെ ഇല്ല. 2 കിഡ്നിയിലും കല്ലില്ല. കർത്താവിന്റെ സൗഖ്യം ഈ സഹോദരൻ അയക്കുക. യേശു അത്ഭുത സൗഖ്യം നടത്തിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് 2 കിഡ്നികളെ ഫ്രീ ആക്കിയിരിക്കുക. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇതുപോലെ വലിയ സൗഖ്യങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ 2 കിഡ്നിയിലും കല്ലില്ലല്ലോ. വേദന പെയിനൊന്നുമില്ലല്ലോ. പെയിൻ വേറെയും ചില അസ്വസ്ഥതകളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. റൈറ്റ് നൗ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില കടലകൾ, ചില അസ്വസ്ഥതകൾ ഈ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതും കൂടെ ഞാൻ ശാസിക്കുന്നു. വിട്ടുപോട്ടെ. ദൈവശക്തിനെ സ്വതന്ത്രമാക്കുക. ചിലത് കഴിഞ്ഞു പോകുന്നു, കെട്ടഴിഞ്ഞു പോകുന്ന പോലെ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. റൈറ്റ് നൗ ഫ്രീ ആകട്ടെ. അടുത്ത മാസം അടുത്ത സാക്ഷ്യമായി വരട്ടെ.